പൊതുസ്ഥാപനങ്ങൾ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റവന്യൂ വകുപ്പ് ഉദാരമാക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പതിച്ചു നൽകുന്നത് ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശ ഭൂമിയാണ്. ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും ഇപ്പോഴും ആകണം എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. പറയൂ ശ്രീജിത്ത്. സംസ്ഥാനത്ത് ആരാധനാലയങ്ങളും സാംസ്കാരിക സംഘടനകളും ചാരിറ്റബിൾ സംഘടനകളും ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു കൊടുക്കാൻ നേരത്തെ സർക്കാർ ഒരു നീക്കം നടത്തി. ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ വ്യവസ്ഥകൾ വളരെ കർശനമായിരുന്നു. ഈ വ്യവസ്ഥകൾക്കെതിരെ വലിയ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ ഉദാരമാക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തത്. നേരത്തെ എന്നു മുതലാണോ ക്ഷേത്രമോ അല്ലെങ്കിൽ ആരാധനാലയമോ മറ്റ് സ്ഥാപനങ്ങളോ തുടങ്ങിയത് അന്നു മുതലുള്ള വരവ് ചിലവ് കണക്കിൻ്റെ രേഖകളൊക്കെ വേണം എന്നായി നിഷ്കർഷമെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രധാന വ്യവസ്ഥ ഇപ്പോൾ ആരാധനാലയങ്ങളും ശ്മശാനങ്ങളുമാണെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതാകണം എന്നതാണ്. ഒപ്പം തന്നെ 1990 മുമ്പ് നിലനിന്നതായിരിക്കണം എന്ന നിഷ്കർഷ കൂടിയുണ്ട്. ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും വേണ്ടി ഒരേക്കർ ഭൂമി വരെ ഇത്തരത്തിൽ പതിച്ച് നൽകും. കായിക സാംസ്കാരിക സംഘടനകൾക്കാണെങ്കിൽ നഗരങ്ങളിൽ 5 സെൻറ്റും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ 25 സെൻറ്റും പഞ്ചായത്തുകൾ 50 സെൻറ്റുമാണ് പതിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൈവശ ഭൂമിയുടെ പഴക്കമനുസരിച്ച് നിശ്ചിത തോതിൽ പണം ഈടാക്കിക്കൊണ്ടായിരിക്കും ഈ ക്ലബ്ബുകളുടെയും ചാരിറ്റബിൾ സംഘടനകളുടെയും മറ്റും ഭൂമി പതിച്ച് നൽകാൻ പോകുന്നത്. കുത്തക പാട്ടമായോ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് ഇത്തരത്തിൽ പതിച്ചു നൽകാനുള്ള അനുമതി ഉണ്ടാകുന്നില്ല. അപേക്ഷകൾ സ്വീകരിച്ച് കളക്ടർമാരാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് വിശദമായ പ്രപ്പോസൽ നൽകേണ്ടത്. സർക്കാർ അതിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഭൂമി പതിച്ചു നൽകുന്ന തീരുമാനമാണ് എടുക്കുന്നത്. ഇതോടുകൂടി വ്യവസ്ഥകൾ ഉദാരമാക്കിയതോടുകൂടി നിരവധി രേഖകളില്ലാതെ കിടക്കുന്ന ക്ഷേത്രഭൂമികൾക്ക്, മറ്റ് ആരാധനാലയങ്ങളുടെ ഭൂമികൾക്ക്, ക്ലബ്ബുകൾക്കൊക്കെ ഒരു അടിസ്ഥാനവും ഭൂരേഖകളും ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത.